നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മലയാള സിനിമയിലെ ജനപ്രിയ ചലച്ചിത്ര നടിയാണ് നടി ചാർമിള. മലയാളത്തിലെ സിനിമകൾക്ക് പുറമെ തമിഴ്, തെലുങ്ക്, കന്നഡ എന്നീ സിനിമകളിലെല്ലാം തന്നെ അവർ അഭിനയിച്ചിട്ടുണ്ട്. മലയാള ചലച്ചിത്ര മേഖലയിൽ 38ഓളം ചിത്രങ്ങളാണ് അവർ പൂർത്തിയാക്കിയിരിക്കുന്നത്. ഇപ്പോൾ അവരെക്കുറിച്ച് പറയാൻ കാരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ഉണ്ടായ കോളിളക്കങ്ങളുടെ വ്യാപ്തി എത്രത്തോളമാണ് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അതുപോലെ തന്നെയാണ് ഇപ്പോൾ പഴയകാല നടിമാരും അവർക്കുണ്ടായ അനുഭവങ്ങളും ധൈര്യപൂർവ്വം പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നത്. അതിൽ നിന്നൊക്കെ ഒരു കാര്യം വ്യക്തമായി, ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. കാലങ്ങളായി നമ്മുടെ മലയാളം സിനിമയിൽ ഇതൊരു പ്രശ്നമായി തന്നെ നിലനിൽക്കുന്നുണ്ടായിരുന്നു. ആ കാലം മുതൽ തന്നെ ജൂനിയർ ആർട്ടിസ്റ്റുകളും അതുപോലെ തന്നെ നടിമാരും പലതരത്തിലുള്ള ലൈംഗിക അതിക്രമങ്ങളും നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ സംവിധായകൻ ഹരിഹരൻ കൂടുതൽ കുരുക്കിലാകുന്ന തരത്തിലുള്ള മൊഴികളാണ് ചാർമിള നൽകിയിട്ടുള്ളത്. ചാർമിള ഉന്നയിച്ച ആരോപണം ശരിവെച്ച് നടൻ വിഷ്ണു രംഗത്ത് വന്നതാണ് ഇപ്പോൾ അതിന് കൂടുതൽ കാരണം. ചാർമിള അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാകുമോ എന്ന് ഹരിഹരൻ തന്നോട് ചോദിച്ചുവെന്നാണ് വിഷ്ണു പറയുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ മലയാള സിനിമയിലെ മോശ അനുഭവം തുറന്നു പറഞ്ഞ നടി ചാർമിള കഴിഞ്ഞ ദിവസമാണ് പ്രതികരിച്ചത്. ഇതാണ് സാക്ഷിയായ വിഷ്ണു ശരിവെക്കുന്നത്. മലയാള സിനിമയിൽ നേരിട്ടത് അങ്ങേയറ്റം മോശം പെരുമാറ്റമാണെന്നും 28 പേർ മോശമായി പെരുമാറിയെന്നും ചാർമിള പറഞ്ഞു. പരിണയം സിനിമയുടെ ചർച്ചയ്ക്കിടെയായിരുന്നു ഹരിഹരൻ ചോദിച്ചത്. സീനിയർ സംവിധായകൻ ഇത്തരത്തിൽ പെരുമാറിയത് കണ്ട് ഞാനും ചാർമിളയും ഞെട്ടി. എന്നോട് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാത്തവർ എന്റെ സിനിമയിൽ വേണ്ടെന്നും ഹരിഹരൻ ഉറച്ചു പറഞ്ഞുവെന്ന് വിഷ്ണു പറയുന്നു. അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാകാത്തതിനെ തുടർന്ന് ചാർമിളയ്ക്കും തനിക്കും ഈ ചിത്രത്തിൽ അവസരം പോയെന്നും വിഷ്ണു പറഞ്ഞു. തനിക്ക് മകനുണ്ടെന്നും അതിനാൽ മറ്റു നടപടികളിലേക്ക് കടക്കുന്നില്ലെന്നും ചാർമിള കൂട്ടിച്ചേർത്തിരുന്നു. അതുകൊണ്ട് തന്നെ ഹരിഹരനെതിരെ കേസ് വരില്ല, എങ്കിലും പ്രത്യേക അന്വേഷണ സംഘം പരിശോധിക്കും. ഒരു നിർമ്മാതാവ് സുഹൃത്തുക്കൾക്കൊപ്പം ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചു. അർജുൻ പിള്ളയും 5 മക്കളും സിനിമയുടെ നിർമ്മാതാവിനെതിരെയാണ് ചാർമിളയുടെ ആരോപണം. താൻ വഴങ്ങുമോ എന്ന് സംവിധായകൻ ഹരിഹരൻ ചോദിച്ചു. നടൻ വിഷ്ണുവിനോടാണ് ഇക്കാര്യം ചോദിച്ചതെന്ന് ചാർമിള പറഞ്ഞു. തയ്യാറല്ലെന്ന് പറഞ്ഞതോടെ പരിണയം സിനിമയിൽ നിന്ന് തന്നെയും വിഷ്ണുവിനെയും ഒഴിവാക്കി. മോശമായി പെരുമാറിയവരിൽ സംവിധായകരും നിർമ്മാതാക്കളും നടന്മാരുമുണ്ടെന്നും ചാർമിള പറഞ്ഞു. എന്നാൽ തന്റെ പല സുഹൃത്തുക്കളും പെട്ടുപോയെന്നും ദുരനുഭവമുണ്ടായ ആളുകളുടെ പേരുകൾ പറയുന്നില്ലെന്നും ചാർമിള പറഞ്ഞു. അർജുൻ പിള്ളയും 5 മക്കളും എന്ന സിനിമയിലെ നിർമ്മാതാവ് MP മോഹനനും സുഹൃത്തുക്കളും ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചെന്നും നടി പറഞ്ഞു. തന്റെ കുടുംബം ഇടപെട്ടാണ് എന്നെ രക്ഷിച്ചതെന്നും ചാർമിള പറഞ്ഞു. 1997 പുറത്തിറങ്ങിയ അർജുൻ പിള്ളയും 5 മക്കളും എന്ന സിനിമയ്ക്കിടെ കൂട്ട ബലാത്സംഗത്തിന് ശ്രമമുണ്ടായി. പീഡന ശ്രമത്തിനിടെ മുറിയിൽ നിന്ന് ഇറങ്ങി ഓടി രക്ഷപ്പെട്ടു. എന്റെയും അസിസ്റ്റന്റിന്റെയും സാരി വലിച്ചൂരാൻ ശ്രമിച്ചു. പുരുഷ അസിസ്റ്റന്റിനെ മർദ്ദിച്ചു. ഹോട്ടലിലെ റിസപ്ഷനിസ്റ്റും കൂട്ടുനിന്നു. അവസാന ഹോട്ടൽ മുറിയിൽ നിന്ന് ഓടിയപ്പോൾ രക്ഷിച്ചത് ഓട്ടോ ഡ്രൈവറാണ്. നിർമ്മാതാവ് MP മോഹനനും സുഹൃത്തുക്കളുമാണ് ബലാത്സംഗത്തിന് ശ്രമിച്ചത്. താൻ രക്ഷപ്പെട്ടുവെങ്കിലും ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് അതിന് കഴിഞ്ഞില്ല. ഒരുപാട് മലയാള സിനിമകൾ നഷ്ടപ്പെട്ടത് അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാകാത്തതുകൊണ്ടാണെന്നും നടി പറഞ്ഞു. മാത്രമല്ല, ഇത്തരത്തിൽ ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് നേരെയും ബലാത്സംഗ ശ്രമം ഉണ്ടായെന്നും നടി ചാർമിള പറഞ്ഞു. അതാണ് ഇപ്പോൾ വലിയ രീതിയിൽ ഇവിടെ ചർച്ചയാകുന്നത്.